ഹലോ ഓൾ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻ്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ ഓഫ് ദ ന്യൂട്രൽ ലെയർ വിത്ത് ദ ക്രോസ് സെക്ഷൻ ഓഫ് ബീം ഈസ് കോൾഡ്. ഓക്കെ, ഇൻ്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ ഓഫ് ന്യൂട്രൽ ലെയർ, അതായത് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, ന്യൂട്രൽ ലെയർ അല്ലെങ്കിൽ ന്യൂട്രൽ പ്ലെയിനിൻ്റെ ഇൻ്റർസെക്ഷൻ എവിടെയാണ്, വിത്ത് ദ ക്രോസ് സെക്ഷൻ ഓഫ് ബീം. അതായത് നമ്മുടെ ഇതാണ് എൻ്റെ ബീം എന്ന് വയ്ക്കുക, അതിൽ ഇതാണ് നമ്മുടെ ന്യൂട്രൽ ലെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ന്യൂട്രൽ ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ കംപ്രഷനും ഇല്ല, ടെൻഷനും ഇല്ല. ഓക്കെ, ന്യൂട്രൽ ലെയറിൻ്റെ പ്രത്യേകത എന്താണ്? നോ കംപ്രഷൻ ആൻഡ് ടെൻഷൻ. അതെന്ന് പറയുന്നത് അതിൽ കംപ്രഷനും ഇല്ല, ടെൻഷനും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രൽ ലെയർ അതിൻ്റെ ക്രോസ് സെക്ഷനുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ലൈനിനെ എന്ത് വിളിക്കും എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ന്യൂട്രൽ ആക്സിസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ന്യൂട്രൽ ആക്സിസ്? intersection of plane of neutral layer with the cross section of beam is called neutral axis. ഓക്കെ, ഇനി ഈ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക, വിൽ ബി അറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ക്രോസ് സെക്ഷൻ. നമ്മുടെ ക്രോസ് സെക്ഷൻ്റെ സെൻട്രോയിഡിലായിരിക്കും ഈ ന്യൂട്രൽ ആക്സിസ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ അതെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഒരു ബീമുണ്ട്. ഓക്കെ, ആ ബീമിൻ്റെ എൻഡ് പോർഷൻസ് എന്ന് പറയുന്നത് സപ്പോർട്ടിന് ബിയോണ്ട് ആയിട്ട് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബീമിനെ നമ്മൾ എന്ത് വിളിക്കും? ഓവർ ഹാങ്ങിങ് ബീം എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് നമ്മുടെ ബീം അതിൻ്റെ സപ്പോർട്ടിനെ ബിയോണ്ടായിട്ട് ആ ഒരു ബീമിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓവർ ഹാങ്ങിങ് ബീം. ഓക്കെ, ഇനി ഈ രണ്ട് സപ്പോർട്ടിനിടയിൽ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഈ ഓവർ ഹാങ്ങിങ് പോർഷനിലെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹെൻസ് അറ്റ് ദ സം പോയിന്റ്, അതായത് ഈ ഒരു രണ്ട് സ്പാനിലേക്ക് മാറുന്നതിന് ഇടയ്ക്ക് ഏതോ ഒരു പോയിന്റിൽ അത് ഈ സപ്പോർട്ടിൽ തന്നെ ആവണമെന്നില്ല, ഏതോ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു, ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് അതിൻ്റെ സൈൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് സൈൻ ചേഞ്ച് ആവും. ഓക്കെ, അതായത് അവിടെ എന്താണ്, ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും ഇടയ്ക്കൊരു പോയിന്റിൽ. അപ്പോൾ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നതാണ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, ബെൻഡിങ് മൊമെൻറ്റ് സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 കറക്റ്റ് ഇതെന്ന് പറയുന്നത് സൈൻ ചേഞ്ച് ആവുന്ന പോയിന്റ് എന്ന് തന്നെയാണ്. ഇനി അത് ഓപ്ഷനില്ല, പോയിന്റ് ബെൻഡിങ് മൊമെൻറ്റ് 0 ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ തന്നെയാണ്. ഇനി അടുത്ത് നമ്മുടെ ഇലാസ്റ്റിക് കർവ് എന്താണെന്ന് നോക്കാം. അതായത് എനിക്കിവിടെ ഒരു ക്യാൻലോ ബീമുണ്ട്, അതിൽ ഞാനൊരു പോയിന്റ് ലോഡ് W ഞാൻ അതിൻ്റെ ഫ്രീ എൻഡിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഇതെന്തെയും ഇതിങ്ങനെ ഡിഫ്ലക്റ്റാവും. അപ്പോൾ ഈ ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഈ ഒരു ഷേപ്പില്ലേ, അതായത് ഇതാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ഡയഗ്രാം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ബീമിനെയാണ് നമ്മൾ ഈ ലൈൻ ഡയഗ്രാം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഈ ലോഡ് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡീഫോംഡ് കർവിനെ, ഓക്കെ, ഈ ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡീഫോംഡ് കർവാണ്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കർവ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിഫ്ലക്ഷൻ കർവ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡിഫ്ലക്ഷൻ കർവ് എന്നും വിളിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, ഒരു ബീം അതിലേക്ക് നമ്മളൊരു ലോഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ലൈൻ സ്കെച്ച് എന്താണ്, അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആണ് ബീമിൻ്റെ. ഓക്കെ, ഇങ്ങനെയാണ് ഡീഫോം ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കർവ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ കർവ് എന്ന് വിളിക്കും. ഇനി എന്നുള്ളത് ഇൻഫ്ലുവൻസ് ലൈൻ. അതായത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്താണെന്ന്, ഇതെന്തിനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബീമിൽ വരുന്ന വേരിയേഷൻ ഓഫ് റിയാക്ഷൻസ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഫിക്സഡ് സെക്ഷൻ. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ബീം എടുക്കുവാണ്, ഇവിടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ട്, ഏതെങ്കിലും ഒരു ലോഡിങ് കണ്ടീഷൻ ഒക്കെ ഉള്ള ബീമാണെങ്കിൽ എനിക്കിതാ ഈ ഒരു ഫിക്സഡ് സെക്ഷനിൽ എന്താണ് ഉള്ള റിയാക്ഷൻസും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിക്കണം. എപ്പോഴാണ് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് അതിൻ്റെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, ഓക്കെ, യൂണിറ്റ് കോൺസെൻട്രേറ്റഡ് ലോഡ് ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ ഉണ്ടാവുന്ന വേരിയേഷൻ ഇൻ സപ്പോർട്ട് റിയാക്ഷൻസും ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ്, ഇതൊക്കെയാണ് ഞാൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മൂവിങ് ലോഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സെക്ഷനിലുള്ള വേരിയേഷൻ ഇൻ റിയാക്ഷൻസും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ് അത് കണ്ടുപിടിക്കാനാണ് ഇൻഫ്ലുവൻസ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. താങ്ക് യു.